ഒന്നുമില്ല. ചാക്കിന്റെ താഴെ ഇരിക്കുകയായിരുന്നു. 2-3 ചാക്കുണ്ടായിരുന്നു. അതിൽ ഒരു ചാക്കിൻ്റെ ഉള്ളിൽ അത് നമ്മൾ അവിടെ അംഗൻവാടിയുടെ പണിയൊക്കെ കഴിഞ്ഞിരുന്നു. അംഗൻവാടിയൊക്കെ വൃത്തിയാണ്, ഉള്ളും പുറമൊക്കെ വൃത്തിയാണ്. കുട്ടികളൊന്നുമില്ല, അതുകൊണ്ടപ്പോൾ അവിടെ വൃത്തിയാക്കാൻ പോയത്. അത് പുറത്താണ്, കനാൽ സൈഡാണ്. അതാണ്. പിന്നെ കുട്ടികളില്ലല്ലോ, ആ സമയത്ത് നമുക്ക് എന്ത് പണിയെടുക്കാമല്ലോ, അങ്ങനെ എടുത്തതാ. അംഗൻവാടി ടീച്ചറായ വിശാലയ്ക്കാണ് പാമ്പ് കടി ഏറ്റത്. അവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താ സംഭവിച്ചത്? അംഗൻവാടിയുടെ പുറത്താണ്, കനാലിൻ്റെ സൈഡാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ വേസ്റ്റൊക്കെ കിടന്നിരുന്നു പണി കഴിഞ്ഞതിൻ്റെ. അത് ഞാനെടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചതാണ്. മാറ്റി വെച്ച സമയത്താണ് കയ്യിൽ ഇത് തട്ടിയത്. കുഴപ്പമൊന്നുമില്ല. ചാക്കിന്റെ താഴെ ഇരിക്കുകയായിരുന്നു. 2-3 ചാക്കുണ്ടായിരുന്നു. അതിൽ ഒരു ചാക്കിൻ്റെ ഉള്ളിൽ അത് നമ്മൾ അവിടെ അംഗൻവാടിയുടെ പണിയൊക്കെ കഴിഞ്ഞിരുന്നു. അംഗൻവാടിയൊക്കെ വൃത്തിയാണ്, ഉള്ളും പുറമൊക്കെ വൃത്തിയാണ്. കുട്ടികളൊന്നുമില്ല, അതുകൊണ്ടപ്പോൾ അവിടെ വൃത്തിയാക്കാൻ പോയത്. അത് പുറത്താണ്, കനാൽ സൈഡാണ്. അതാണ്. പിന്നെ കുട്ടികളില്ലല്ലോ, ആ സമയത്ത് നമുക്ക് എന്ത് പണിയെടുക്കാമല്ലോ, അങ്ങനെ എടുത്തതാ. അതാണ്. വിഷമില്ലാത്ത പാമ്പാണെന്ന് ഡോക്ടർമാർ പറയുന്നത്. സമാധാനമായി, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഡോക്ടർ കൂടിയുണ്ട്. ഡോക്ടർ, ഇത് കാണുമ്പോൾ ഒരു ചെറിയ പാമ്പാണിത്. ഏത് ഇനത്തിൽപ്പെട്ട പാമ്പാണ്? ഇതിൻ്റെ ഒരു വിഷമുള്ള അതാണോ? സാധാരണ നമ്മുടെ നാടൻ ഭാഷയിൽ പൂഴിപ്പുളവൻ എന്നൊക്കെ പറയാം. സാൻബോവ എന്നാണ് ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് നാമം. ഇത് കണ്ടാലൊരു അണലിയെ ഇവിടെ മിമിക് ചെയ്യുന്ന ഒരു തരം അണലിയാണ്. സാധാരണ ചേനത്തണ്ടൻ എന്നൊക്കെ ആൾക്കാർ പറയും. വൻ വിഷമുള്ള പാമ്പുകളാണെന്ന് ചില ആൾക്കാർ പറയും. പക്ഷേ ഇത് ഒട്ടും തന്നെ പോയ്സണസ് അല്ല. അണലിയുമായിട്ടുള്ള അതിൻ്റെ വ്യത്യാസം ഏത് ചേനത്തണ്ടൻ എന്നതിന് ചില നാട്ടിൽ പറയുന്നുണ്ട്. ചില ആൾക്കാർ അണലിക്ക് ചേനത്തണ്ടൻ എന്ന് പറയും. അതാണ് അതിൻ്റെ ഒരു കൺഫ്യൂഷൻ. സാൻബോവ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇതിന് അറിയാൻ പറ്റും. ഇത് വളരെ സ്പീഡ് കുറഞ്ഞ ഒരു പാമ്പാണ്. അതിങ്ങനെ മണ്ണിലെ പൂഴി മാതിരിയുള്ള സ്ഥലത്ത് ഇങ്ങനെ ആഴ്ന്നു കിടക്കും. അങ്ങനെ ആണ് അതിൻ്റെ സ്വഭാവം. പിന്നെ സ്പീഡ് തീരെ കുറവ്, വളരെ സ്ലഗ്ഗിഷ് ആയിട്ടുള്ള തരം പാമ്പാണ്. ഒട്ടും തന്നെ പോയ്സണസ് അല്ല. ഇതിനകത്ത് അറിയാം, ചത്തിട്ടില്ല. അതിൻ്റെ നോർമൽ സ്പീഡ് ഇങ്ങനെ കിടക്കുകയുള്ളൂ. മടിയനാണ്, ഒട്ടും തന്നെ വിഷമില്ല. വിഷപ്പല്ലുകളോ വിഷസഞ്ചിയോ ഇല്ലാത്ത പാമ്പാണ്. അപ്പോൾ ഈ കടിക്കുന്നത് എന്തെങ്കിലും അനക്കം വരുമ്പോൾ പേടിച്ച് കടിക്കുന്നതായിരിക്കും. അത്രേ ഉള്ളൂ. അതിൻ്റെ ഒരു ഡിഫൻസ് മെക്കാനിസം. അതിനെ അങ്ങോട്ട് ചവിട്ടിയാൽ അത് പെട്ടെന്നൊന്ന് കടിക്കുമെന്നല്ലാതെ അതിന് മറ്റു ഉദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരു നിഷ്കളങ്കനായിട്ടുള്ളൊരു പാമ്പാണ്. ഇപ്പോൾ ഈ ചൂട് കൂടുകയാണ്, ഈ പാമ്പുകളൊക്കെ വീട്ടിലേക്കും മറ്റും വരുന്നൊരു സാഹചര്യമാണ്. എന്തൊക്കെയാണ് ആളുകൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? അതിനു മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ആളുകൾ കടിച്ച പാമ്പിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മളൊരു 24 hours ഒബ്സർവ് ചെയ്തേ വിടുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ മിക്കവാറും ഈ ആളുകൾ തേടിപ്പിടിച്ച പാമ്പ് തന്നെ ആയിരിക്കണം കടിച്ചതെന്ന് ഉറപ്പൊന്നുമില്ല. ഈ പാമ്പിൻ്റെ പുറകെ ചിലപ്പോൾ ഒരു വിഷപ്പാമ്പുകൾ മറ്റ് പാമ്പുകളെ ഇര പിടിക്കും. അല്ലെങ്കിൽ ഒരു ഇരയുടെ പുറകെ 2 പാമ്പുകൾ വരാം. അപ്പോൾ കടി കിട്ടിയതിന് ശേഷം ആളുകൾ തിരയുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നത് അതായിരിക്കും കൊണ്ടുപോയി കടിച്ചത്. ഇത് തന്നെ ആയിരിക്കണം നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അവരെ വിഷബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന്, അത് ഒന്നുകിൽ ന്യൂറോടോക്സിക് വെനം അല്ലെങ്കിൽ ഹീമോടോക്സിക് വെനം. അത് രണ്ട് ലക്ഷണങ്ങളാണ്. ന്യൂറോടോക്സിക് ആണെങ്കിൽ മസിൽ തളർച്ച വരികയാണ് ചെയ്യുക. ഹീമോടോക്സിക് ആണെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതാവും, ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ 24 മണിക്കൂർ ഒബ്സർവ് ചെയ്തും, അതുപോലെ ക്ലോട്ടിങ് ടൈം, ബ്ലീഡിങ് ടൈം, ഇത് രണ്ടും ഫ്രീക്വൻ്റായിട്ട് മണിക്കൂറുകൾ കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്തു ഉറപ്പ് വരുത്തിയിട്ട് തന്നെ ആളുകളെ പറഞ്ഞു വിടുകയുള്ളൂ. എത്ര ഉറപ്പായാലും ഇതിപ്പോൾ വിഷമില്ലാത്ത പാമ്പാണെന്ന് നമുക്ക് 100% ഉറപ്പാണെങ്കിൽ പോലും ഒരു ബൈറ്റാണെങ്കിൽ നമ്മൾ 24 hours ഒബ്സർവ് ചെയ്ത് തന്നെ ആൾക്കാരെ വിടാറുള്ളൂ. എന്തായാലും ചൂട് കൂടുകയാണ്. ഈ പാമ്പുകൾ വീടുകളിലകത്തേക്ക് ഉൾപ്പെടെ വരുന്നു. അതിന് വേണ്ട ജാഗ്രത പുലർത്തണം എന്ന് വനം വകുപ്പും ആരോഗ്യ വകുപ്പും എല്ലാം തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.